Hi friends, welcome to Vidhu's Easy Cooking. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സദ്യ വിഭവമാണ്, അതായത് പൈനാപ്പിൾ പച്ചടി. വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പോളം പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് ഒരല്പം ഈ വലുപ്പത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത്, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/2 ടീസ്പൂണോളം കടുകിടുക, ഒരു നുള്ള് ജീരകം, ഒരു 1/2 കപ്പ് തേങ്ങ, ഇതിൽ ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ്. നമുക്ക് ഈ അരപ്പ് ഈ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. തേങ്ങയൊക്കെ ഒഴിച്ചപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ വേവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ശർക്കര ചുരണ്ടി വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിൾ നല്ല പുളിയാണെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ കുറച്ച് പുളിയുള്ള പൈനാപ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ശർക്കര ചേർത്ത് കൊടുത്തത്. അധികം മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ തിക്കായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇല്ല കുറച്ച് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ മതി. ഞാനിതിപ്പോൾ തിക്കായിട്ട് തന്നെയാണ് എടുക്കുന്നത്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഒരു പാൻ നന്നായിട്ട് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല മണം ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തീ ഒരല്പം കുറയ്ക്കുക. എന്നതിന് ശേഷം ഒരു 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇതിന് നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയാണ്. നമുക്കിതിനെ ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്